ഹായ് ഫ്രണ്ട്സ്, SCERT റിവൈസ്ഡ് സിലബസ് പ്രകാരമുള്ള 9ാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ലോകത്തിൻ്റെ നിറകയിൽ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദ്യമായി വന്നേക്കാവുന്ന പല ഫാക്ട്സുകളും ഈ ഒരു പാഠഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ സംസ്കാരങ്ങളിൽ വൈവിധ്യങ്ങൾ പ്രകടമാകുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ ഭാഷയിലും വേഷഭൂഷാദികളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും കൃഷി രീതിയിലുമൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് ഇന്ത്യൻ സംസ്കാരങ്ങളിലുള്ള വൈവിധ്യങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇതിലെ ഓരോ പോയിന്റ്സും പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളായി വന്നേക്കാം. ഇവിടെ തന്നെ മറ്റൊരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് ഭൂപ്രകൃതിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണം ഭൂപ്രകൃതി. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ നോക്കാം. വടക്ക് ഭാഗം ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ടു തെക്ക് ഭാഗമായിട്ട് വരുന്നത് സമതല പ്രദേശമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് മരുപ്രദേശം, മധ്യഭാഗത്ത് പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറ് ഭാഗവും തീരപ്രദേശങ്ങളും ദ്വീപ് സമൂഹങ്ങളും. ഈ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അടുത്തത് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിക്കപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. റൂഫ് ഓഫ് ദ വേൾഡ്, പാമീർ. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാച്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അതായത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാച്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കുകിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. അടുത്തായിട്ട് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വതനിരകൾ നോക്കാം. കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുകുഷ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്ററാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. കൂടാതെ ഓർത്തു വയ്ക്കുക, ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ വീതി വരുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളുമാണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന സവിശേഷതകൾ. നമ്മൾ പറഞ്ഞു, ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല എന്ന്. എന്താണ് ഈ മടക്ക് പർവ്വതങ്ങൾ എന്ന് നോക്കാം. മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി രൂപപ്പെടുന്നതാണ് മടക്കു പർവ്വതങ്ങൾ. ഇങ്ങനെ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് വലനം അഥവാ ഫോൾഡിംഗ്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയി തരംതിരിക്കാം. അതിൽ ആദ്യത്താണ് ഉത്തരപർവ്വത മേഖല. ഇനി ഈ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതായത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് പർവ്വതങ്ങൾ. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ നോക്കാം. ആരവല്ലി, വിന്ധ്യ, സത്പുര, മൈക്കല, കൈമൂർ, മഹാദിയോ, ഖാസി, ഖാരോ, ജയന്തിയ, പൂർവഘട്ടം, കാർകോറം, പട്കായി ബൂം, രാജ്മഹൽ കുന്നുകൾ, പശ്ചിമഘട്ടം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ, മിസോ കുന്നുകൾ, നാഗ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതായത് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്കായി കാണപ്പെടുന്നവയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. ഇവിടെ ഓർത്തു വയ്ക്കുക, ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ട്രാൻസ് ഹിമാലയം 40 കിലോമീറ്റർ വീതി, 965 കിലോമീറ്റർ നീളം. കൂടാതെ ഉയരം വരുന്നത് ശരാശരി 3000 മീറ്റർ. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരകളാണ്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ നോക്കാം. കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതായത് ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ ഹിമാലയത്തിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നമ്മൾ പറഞ്ഞു, ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം,
ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ് നാഗ കുന്നുകൾ, കാസി, ഗാരോ, മിസോ, ജയന്തിയ, പട്കായി, ബൂം. അടുത്തായി നമ്മൾ നോക്കുന്നത് ഹിമാലയം നിരകളാണ്. ഹിമാലയം നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ മലനിരകളാണ് സിവാലിക് നിരകൾ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ മലനിരകളാണ് സിവാലിക് നിരകൾ. സിവാലിക് നിരകളുടെ ഏകദേശ വീതി വരുന്നത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ സിവാലിക് അറിയപ്പെടുന്ന പേരാണ് ഔട്ടർ ഹിമാലയ. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. സിവാലിക്കിന് വടക്ക് ഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ഇതിനെ ലെസർ ഹിമാലയം എന്നും വിളിക്കുന്നു. കൂടാതെ ഓർത്തു വയ്ക്കുക, ഹിമാചൽ നിരകൾക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാചൽ പർവ്വതനിരയുടെ ഏകദേശ വീതി വരുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അടുത്തായി നമ്മൾ നോക്കുന്നത് ഹിമാലയം പർവ്വതനിരകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതനിരയായിട്ടുള്ള ഹിമാദ്രി ഭാഗത്തെക്കുറിച്ചാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഹിമാദ്രി പർവ്വതനിരകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരം വരുന്ന ഹിമാദ്രിയുടെ വീതി വരുന്നത് ഏകദേശം 25 കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഹിമാദ്രിയുടെ വീതി ഏകദേശം 25 കിലോമീറ്റർ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. കൂടാതെ ഓർത്തുവയ്ക്കുക, മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രിയിലുള്ളത്. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നതും ഹിമാദ്രിയിൽ തന്നെയാണ്. ഭൗമശിലാപാളികളുടെ ചലനം മൂലം ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഭൗമശിലാപാളികളുടെ ചലനം അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രക്രിയയുടെ ഫലമായിട്ടാണ് ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ്. ശിലാമണ്ഡലത്തിനു താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിനു താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലക ചലനം മൂലമാണ് ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാകാനുള്ള കാരണം ഫലക ചലനമാണ്. ഇനി നമുക്ക് ഫലക അതിരുകളെക്കുറിച്ച് നോക്കാം. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇതിൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ അഥവാ കൺവേർജൻ മാർജിൻ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. അടുത്തായിട്ട് ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. വിയോജക സീമയുടെ ഇംഗ്ലീഷ് പേരാണ് ഡൈവേർജൻ മാർജിൻ. അടുത്തായിട്ട് ഛേദക സീമ അഥവാ ട്രാൻസ്ഫോം മാർജിൻ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ്. നമ്മൾ പറഞ്ഞു ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ, അതായത് കൺവേർജൻ മാർജിൻ. ഇനി സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിംഗ് സംഭവിക്കുന്നത് മൂലം രൂപകൊള്ളുന്ന പർവ്വതനിരകളാണ് മടക്ക് പർവ്വതങ്ങൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിംഗ് സംഭവിക്കുന്നത് മൂലം രൂപം കൊള്ളുന്ന പർവ്വതനിരകളാണ് മടക്ക് പർവ്വതങ്ങൾ. ഉദാഹരണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്: ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ്. ഇങ്ങനെയൊരു ചോദ്യം വരാം: ഹിമാലയ പർവ്വതം രൂപം കൊള്ളാൻ കാരണമായ ഫലകാതിര് ഏതാണ്? ഉത്തരം സംയോജക സീമ. ഹിമാലയ പർവ്വതം രൂപം കൊള്ളാൻ കാരണമായ ഫലകാതിരാണ് സംയോജക സീമ. ഇനി എന്താണ് ഈ ശിലാമണ്ഡല ഫലകങ്ങളെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഭൂവൽക്കവും അതായത് എർത്ത് ക്രസ്റ്റും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അവസാനമായിട്ട്
ഹിമാലയ പർവ്വത രൂപീകരണം ഒന്ന് നോക്കി വയ്ക്കാം. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ആയിരുന്ന ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെത്തിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇതാണ് ഹിമാലയ പർവ്വതമായിട്ട് രൂപം കൊണ്ടത്. പർവ്വത നദികളുടെ കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഹിമാലയ മേഖലകളിലെ ചില സ്ഥലങ്ങളെക്കുറിച്ചും സുഖവാസ കേന്ദ്രങ്ങളെക്കുറിച്ചും ഒക്കെ അറിയേണ്ടതുണ്ട്. SCERT പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ഫാക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.